ഞാൻ ആ ചോദ്യം ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാർക്കും കൂടി ഞാൻ അവസാനിപ്പിക്കാം. അങ്ങനെ ഒരാളില്ല, അതിപ്പോ പാസ്റ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറൊരു വ്യക്തി ആയിക്കോട്ടെ, അങ്ങനെ ഒരാളില്ല എങ്കിൽ അങ്ങനെ ഒരാളില്ല എന്ന് പറയാത്തോളം കാലം അപ്പൊ സ്വാഭാവികമായിട്ടും അപ്പൊ പക്ഷെ അതിനകത്ത് ഉണ്ടാവാം എന്നൊരു ധ്വനിയാണ് കൂടുതൽ വരുന്നത്. കൂടുതൽ വന്നോട്ടെ, എന്തായാലും ഞാൻ പിന്നീട് പറയുമല്ലോ. ഓക്കെ അപ്പോ എന്തായാലും എന്റെ ലൈഫിലെ ഏറ്റവും ഇഷ്ടത്തെ കാര്യം സുധിച്ചേട്ടനും മൂത്ത മോനും അവരുടെ വീട്ടുകാർക്കും അറിയാം. സോ എനിക്കിപ്പോ അത് എന്റെ പേഴ്സണൽ കാര്യം ഇപ്പൊ എനിക്ക് പബ്ലിക് ആക്കണമെന്നില്ല. അവരറിഞ്ഞുകൊണ്ടേ ഉള്ളൂ എല്ലാം മുന്നോട്ട് പോയിട്ടുള്ളൂ. ഒരുപാട് നാളായിട്ട് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് രേണു സുധിയുടെ കൊണ്ട് ആദ്യ ഭർത്താവ് ആരാണ്, അല്ലെങ്കിൽ എവിടെയാണ്, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നാളായിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ കറങ്ങുന്നുണ്ട്. അതേ കണക്കുള്ള ചോദ്യമാണ് ഇപ്പോൾ ഈ ആങ്കറും ചോദിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആദ്യ ഭർത്താവ് ഉണ്ടോ, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ അത് തുറന്നു പറയാമെന്നാണ്. ഇതേ കണക്കൊണ്ട് തട്ടി കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ രേണു പറയുന്ന കേട്ടതാണോ എന്തോ മറച്ചു വെക്കാൻ ഭയങ്കരമായിട്ടുണ്ടെന്നുള്ള രീതി. ഇപ്പോൾ സുധിയുടെ കാര്യമാണെങ്കിൽ പോലും സുധി ആദ്യം ഒരു കല്യാണം കഴിച്ചതാണ്, അതിന് ശേഷമാണ് രേണുവിനെ കല്യാണം കഴിച്ചത്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കല്യാണം കഴിക്കുന്നത് ഡിവോഴ്സൊക്കെ ചെയ്യുന്നു, അതൊക്കെ നോർമലായിട്ടുള്ള കാര്യമാണ്. അത് വലിയ തെറ്റാണെന്ന് ചോദിച്ചാൽ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് സാധാരണ രീതി പറയുന്ന ഒരു കാര്യമാണ്. ഇത് കണക്ക് കല്യാണം കഴിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഡിവോഴ്സ് ആയെന്നുള്ള രീതി പറയാതെ, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്നെങ്കിലും പറയാം. അതല്ലാതെ ഞാൻ പിന്നെ പറയത്തില്ല അങ്ങനത്തുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ശരിയാവില്ല. പിന്നെ നമ്മളായാലും ശരി ഒരുപാട് പേര് ഇത് കാണുമ്പോഴത്തേക്ക് തോന്നുന്നു ആങ്കർ ആയിരുന്നാലും ബാക്കിയുള്ള ഇതിനകത്തുള്ള ചോദ്യങ്ങളൊക്കെ ഇൻ്റർവ്യൂ വരുന്ന ചോദിക്കുന്ന അത്ര നല്ലതല്ല എന്നൊക്കെ നമുക്കും തോന്നുമായിരിക്കും. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇവർ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ്. ഇത് കണക്കുണ്ടെങ്കിൽ ഇൻ്റർവ്യൂസിന് വരുന്ന ആൾക്കാർ തന്നെ ഉണ്ടെങ്കിൽ ഇത് കണക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പോഴാണ് ആൾക്കാർ ഇത് കാണുമ്പോഴത്തേക്ക് ഭയങ്കര നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക അങ്ങനത്തുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടാണ് ഇത് അങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മിക്ക ഇൻ്റർവ്യൂസ് ഇത് കണക്കാണ് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൈറലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ യഥാർത്ഥത്തിൽ അവരെ വിളിച്ച് ഇൻസൾട്ട് ചെയ്യുക അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവരുണ്ടെങ്കിൽ പറഞ്ഞ് ചിരിക്കുക, അല്ലെങ്കിൽ അവർ കൈ കോർത്ത് വേറൊരു പരിപാടിയായിട്ട് പോയിക്കൊണ്ടേയിരിക്കും. നമ്മളിത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് സത്യമാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകെ പോകാനായിരിക്കും നിൽക്കുന്നത്. സോ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലേ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ.